ആണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, കർത്താവിൻ്റെ ആത്മാവിലാണെന്ന് പറയണില്ലേ? സക്കറിയായിൽ നമ്മൾ വായിക്കണേ 4:6. അതിൻ്റെ കാരണം എന്താണ്? ഈ സൈന്യവും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. എൻ്റെ എനിക്ക് കഴിവ്, എൻ്റെ പണം, എൻ്റെ പാർട്ടി, എൻ്റെ ബുദ്ധി. പക്ഷെ അങ്ങനെ പറയുമല്ലോ, എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ചേട്ടാനിമാരും വഴക്കെടുമ്പോൾ പറയത്തില്ലേ, നീ പഠിച്ചില്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ ജയിച്ചു, എനിക്ക് ജോലി കിട്ടി. നീ പഠിച്ചില്ല, അപ്പോഴ് നീയോ ഞാനോ എന്നൊക്കെ വെച്ചോണ്ട് അപ്പം ഞാൻ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അതൊക്കെ ബുദ്ധി എവിടെ നിന്ന് കിട്ടി? ദൈവം തന്നതല്ലേ. അതൊന്നും മനസ്സിലാക്കുമ്പോഴല്ല എളിമ വരണത്. അല്ലെങ്കിൽ അതിൻ്റെ താനെ തന്നെ ഉണ്ടാക്കിയെടുത്ത ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. ബുദ്ധി ഇല്ലാത്ത അവസരമാണ് നീ ജനിച്ചതെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പം അതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയണം. ഈ നോൻപിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് നമ്മൾ എളിമപ്പെടണത്. അത് പൗലോസ് അവസാനം പറയും. പൗലോസ് ഭയങ്കര വില്ലനായിരുന്നു. നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെ പറയുന്ന ആളായിരുന്നു. അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണെന്ന് പറയും. ഇത് ഒരു പറച്ചിലല്ല, ഒരു അറിവിനേക്കാളുപരി ഒരു തിരിച്ചറിവാണ്. അതായത് നോൻപ് കാലത്ത് ഒരു തിരിച്ചറിവുണ്ടാവണം. അതിനാണ് എളിമപ്പെടണമെന്ന് പറയണത്. ഇങ്ങനെ പറയുമേ, റെഡിമെയ്ഡായിട്ട് അലക്കി തെച്ച വർത്തമാനങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. എളിമയായിട്ട് തോന്നും. ചുമ്മാ മനസ്സിൽ തട്ടണമെന്നല്ല. ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിലേക്ക് അവൻ തന്നെ അത് മനസ്സിലാക്കും. എന്താണ്? നമ്മളുടെ വീക്ക്നെസ് മനസ്സിലാക്കും. അപ്പം അത് മനസ്സിലാക്കുമ്പോൾ അറിയാവുന്ന ഒരു അന്തർജ്ഞാനമുണ്ട്. അതെന്താണ്? അതെന്ന് പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണ്. അപ്പം ദൈവത്തിനായിരിക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്, പെരുമാറുന്നത്, സംസാരിക്കുന്നത്, സമീപിക്കുന്നത്. അതൊരു സമ്പ്രദായമായി മാറും. നമ്മുടെ തന്നെ ഒരു സംസ്കാരമായിട്ട് മാറും. അല്ലെങ്കിൽ നോൻപ് കാലത്ത് ഈ സംസ്കാര രൂപീകരണമാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ അനുഗ്രഹം ആവഹിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരുവപ്പെടുത്തലാണ് ഈ നോൻപ് കാലം എന്ന് പറയണത്. അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യണത് മാത്രമല്ല. ഇതാണ് 1 കൊരിന്ത്യർ 15:10 എന്ന് പറയണത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പൊ ഞാനല്ല എന്ന് പറയണില്ലേ? ഞാൻ ആണെന്നല്ല പുള്ളി അദ്ദേഹം പറഞ്ഞത്. ആദ്യം നിങ്ങൾ ഞാൻ ഹെബ്രായനാണ്, റോമൻ പൗരനാണ്, പരിസയനാണ്, ഞാൻ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയണത് ഞാൻ അല്ല എന്ന് പറയത്തില്ലേ? ആദ്യത്തെ അറിവും പിന്നത്തെ തിരിച്ചറിവുമാണ്. പക്ഷേ തിരിച്ചറിവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ്? ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇക്കോളജി, ഒരു സ്പിരിച്വൽ ഇക്കോളജി, ഒരു ആധ്യാത്മിക പരിസ്ഥിതി രൂപീകരിക്കുന്ന ഒരു കാലമാണ് ശരിക്കും പറഞ്ഞാൽ നോൻപ് കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് സ്വഭാവം, ഒരു മനുഷ്യൻ്റെ സ്വഭാവമില്ലേ, അത് ചിലപ്പോൾ സുവിശേഷ ആയിരിക്കത്തില്ല. സ്വന്തം ഭാവത്തെ സുവിശേഷ വിഹിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോൻപ് കാലത്ത് നടക്കുന്നത്. നോൻപ് കാലം അത് ദൈവസ്നേഹമുള്ളവർക്ക് അത് തുടർക്കാലമാണത്. സ്വന്തം ഭാവം, ഈ സ്വഭാവം പിന്നീട് സുവിശേഷ വിഹിതമായി കഴിയുമ്പോൾ സുവിശേഷ ഭാവമായി മാറും. ഈ സുവിശേഷ ഭാവം പിന്നീട് സുവിശേഷ ഭാവമായതിന് അത് റെക്കർ ചെയ്ത് വരുമ്പോൾ സുവിശേഷ ശീലങ്ങൾ വരും. ഹാബിറ്റ്, ഇറ്റ് റിപ്പീറ്റഡ് ആക്ഷൻ ആണല്ലേ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശീലം, സ്റ്റൈല്, ഒരു സുവിശേഷത്തിൻ്റെ സ്റ്റൈല് വരും ലൈഫിൽ. പിന്നെ ഈ സ്റ്റൈല്, ശീലം തന്നെ പിന്നെ റെക്കർ ചെയ്ത് കുറേ വർഷങ്ങളെടുത്ത് കഴിയുമ്പോൾ അതൊരു ശീലം, ഒരു സമ്പ്രദായമായി മാറും. അപ്പോൾ അവിടെ ഒരു സമൂഹം കൂടി ഉണ്ടാകും അതിൻ്റെ കൂടെ. കാര്യം അതേ ശൈലിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സമൂഹം ഉണ്ടാകും. സമൂഹം സമ്യക്കായിട്ട് ഇങ്ങനെ അത് ഒരേ രീതി പ്രവർത്തിച്ച് വരുമ്പോഴാണ് നമ്മൾ സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്നത്. ഈ സമ്പ്രദായങ്ങൾ കാലങ്ങളെ ഒരു സമൂഹം, ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ വളരുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം, അത് കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ സംസ്കാരമായിട്ട് മാറും. അപ്പോൾ നോൻപിൻ്റെ ഉദ്ദേശം ഒരു സുവിശേഷ സംസ്കാരം നിങ്ങളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളത്, നമ്മളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വളരെ അതിൻ്റെ ഒരു നാന്ദിയായിട്ടാണ് ഈ കരിക്കുരു നമ്മൾ നെറ്റിൽ പൂശണത്. അല്ലാതെ കുർബാന സ്വീകരിച്ച ശേഷം ചില അണ്ണന്മാർ പറഞ്ഞ് നിൻ്റെ
നിൻ്റെ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ കുർബാന സ്വീകരിച്ചാണെന്ന് പറഞ്ഞ് നാക്കെ കുറിച്ചിടും. അപ്പോൾ ദാറ്റ് മീൻസ് ഇയാൾക്ക് മാറ്റമൊന്നുമില്ല. പിന്നെ അയാൾ ഒരു ദൈവത്തിൽ നിരക്കാത്തൊരു വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർക്കണം മാത്രമേ ഉള്ളൂ. മെക്കാനിക്കലായിട്ടുള്ളൊരു വെടിനിർത്തലാണത്. അതല്ല, മറിച്ച് അങ്ങനെ ഒരു സാധനം നമ്മൾക്കിന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള നോൻപുകളാണ് സത്യസന്ധമായിട്ടുള്ള ദൈവാന്വേഷണത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കൊന്നകൾ പൂക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ തുടങ്ങിയതാണ്. ആത്മാവിൻ്റെ കൃപയുടെ പൂക്കാലമാണ് ശരിക്കും നോൻപ് കാലം. നല്ല നോൻപ് കാലം ആശംസിക്കുന്നു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.